അപ്പോൾ നാട്ടിലെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും പറഞ്ഞു എന്നാൽ കുളിക്കാൻ പോയാലോന്ന് ഓർത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സ്പോട്ടിൽ പോയി. ഒരു വെള്ളച്ചാട്ടം കേട്ടോ. മഴക്കാലമൊക്കെ ആണെങ്കിൽ നല്ല രസമാട്ടോ കാണാൻ. നിങ്ങൾക്ക് ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് കുളിക്കാൻ പറ്റിയൊരു മൂഡില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ളൊരു പയ്യൻ പറഞ്ഞു അങ്ങനെ ഒരു 30 കിലോമീറ്റർ അപ്പുറം ഒരു സ്പോട്ടുണ്ട്, അവനറിയാം, നേരെ പോകാൻ കിട്ടില്ല സ്പോട്ടാണ്, നല്ല വെള്ളമാണെന്നെല്ലാം പറഞ്ഞ് നമ്മൾ വണ്ടി എടുത്ത് നേരെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതാണ് സ്പോട്ടേ. നല്ല രസമുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നല്ല നീല കളർ, നല്ല ക്ലീൻ വെള്ളം. അടിയിൽ കൂടെ പോകുന്ന മീനെയൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാവേ. അപ്പോൾ സ്പോട്ട് മനസ്സിലായിട്ടുണ്ട്, അതും കമൻറ്റ് ചെയ്യണേ. കുറ്റിയാടിയൊക്കെ അടുത്ത് ഒരു സ്പോട്ടാണ്, നല്ല രസമുണ്ട് കേട്ടോ. കാണുന്നുണ്ടല്ലേ, നല്ല ക്ലിയർ വെള്ളം. വെള്ളത്തിനാണെങ്കിൽ ഒരു 2-3 ആൾ താഴ്ച വരെ ആഴമുണ്ട് കേട്ടോ. നല്ല കണ്ടോ, അടിയിൽ കൂടെ പോകുന്ന മീനെയൊക്കെ നല്ല സൂപ്പറായിട്ട് കാണാം. സത്യം പറഞ്ഞാൽ പുഴയിലൊക്കെ നീന്തി കുളിച്ചിട്ട് എനിക്ക് ഒന്ന് 2 കൊല്ലത്തിന് മുകളിലായി. അപ്പോൾ നമ്മൾ എന്തായാലും വിചാരിച്ച് കുളിക്കുമ്പോൾ നല്ല ഡീസൻ്റായിട്ട് നല്ല പക്കയായിട്ട് കുളിക്കണം. അതാണ് നമ്മൾ ആദ്യത്തെ സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കി ഇങ്ങ് പോകുന്നത്. പിന്നെ നമ്മുടെ ചെക്കന്മാർ തലയും കുത്തി മറിയുന്നു, ഡൈവ് ചെയ്യുന്നു, നീന്തി മറിയുന്നു, മുങ്ങാങ്കുടി ഇടുന്നു, എല്ലാം ചെയ്യുന്നത്. സംഭവം നമുക്ക് ചെയ്യാൻ അറിയത്തില്ല. നമ്മൾ ചാടിക്കഴിഞ്ഞാൽ മൂക്കിലും എല്ലായിടത്തും വെള്ളം കയറും. അപ്പോൾ ഇതൊക്കെ അറിയാതെ നിങ്ങട്ട് ചങ്കുണ്ടാവില്ലേ പുഴയിൽ പോയിട്ട് കസരത്ത് കാണിക്കുന്നത്, അവന് ഷെയർ ചെയ്ത് കൊടുക്കേ. അത് നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങ് ദൂരെ നിന്ന് എഴുതുക, ഈ കാക്കയാണോ കൊക്കാണോ എന്നാന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ ഫോണിൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ അത്ര ക്ലിയർ ആയിട്ട് കാണില്ല. അപ്പോൾ നമ്മുടെ ചങ്ക് ഒരു ഐഡിയ പറഞ്ഞു തന്നു. അവൻ സൂം ചെയ്ത് ഫോട്ടോ എടുത്ത് എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കാണാം. അപ്പോൾ എന്തായാലും അവൻ്റെ ഐഡിയ കൊള്ളാം കേട്ടോ. നല്ല ക്ലിയർ ആയിട്ട് എന്ത് സാധനം നമുക്ക് കാണാൻ പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചായയും കുടിച്ചു, ഒരു മസാല കൊണ്ടൻ കഴിച്ചു. സ്പോട്ട് നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു സ്പോട്ടാണ്. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ശരിക്കും കുറേ കാലം കൂടി കേട്ടോ ഞങ്ങളിങ്ങനെ പുഴയിലൊക്കെ ചാടി ചായയൊക്കെ കുടിച്ചിങ്ങനെ പോകുന്നത്. ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് ആശാൻ വന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ദൂരെ ഉള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കും കേട്ടോ. ചുമ്മാ പണിയെടുത്ത് മരിക്കാണ്ട് ഇടയ്ക്കൊക്കെ നാട്ടിലൊക്കെ വന്ന് പുഴയിലൊക്കെ ചാടി വൈബടിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അവനത് അയച്ചു കൊടുക്കുക, എന്നിട്ട് വരാൻ പറഞ്ഞു നാട്ടിലോട്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ശരി.